ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ പെട്ടെന്ന് അധികം മസാലയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള മുറിച്ചെടുത്തതാണിത്. പിന്നെ ഒരു 3 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക്. ചെറിയ പച്ചമുളകാണ്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. ഇനി എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് അരച്ച് നോക്കാം. അരയുന്നില്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ബാക്കി നമ്മുടെ സവാളയിൽ നിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയുടെ പേസ്റ്റ് നന്നായിട്ട് വഴറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണം മസാലപ്പൊടികൾ ചേർക്കാം. അതിനു വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1.5 കപ്പ് തേങ്ങയിൽ നിന്നും എടുത്ത 1 കപ്പ് തേങ്ങാപ്പാലാണിത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. 1.5 കപ്പ് തേങ്ങ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടില്ല 4 മുട്ടയാണ് ചേർക്കുന്നത്. അത് പകുതിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം, ലോ ഫ്ലെയിമിൽ. നന്നായിട്ട് മുട്ടയിലൊക്കെ ഈ ഗ്രേവി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ